ബാൾട്ടിക് കടലിൽ ടെലിഫോൺ കേബിളുകൾ തകർത്ത സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിൽ ചൈനീസ് കപ്പൽ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വാർത്ത. ചൈനീസ് കപ്പൽ പെഗ് ആണ് ഡാനിഷ് നാവികസേനയുടെ കസ്റ്റഡിയിലായിരിക്കുന്നത്. സംഭവത്തിൽ ഗൂഢാലോചന എന്ന സംശയം സ്വാഭാവികമായും ജർമ്മനി പങ്കുവച്ചിട്ടുണ്ട്. കാരണം ഫിൻലാൻഡും ജർമ്മനിയുമായിട്ടുള്ള ഡേറ്റ കൈമാറ്റം തടസ്സപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. തീർച്ചയായും ഈ കപ്പൽ അതുവഴി പോയി അതിൻ്റെ പ്രോക്സിമിറ്റി ആ വഴിയിലുണ്ടായിരുന്നു. പെങ് 3യുടെ പ്രോക്സിമിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ ഗൗരവതരമായൊരു വിഷയമായി ജർമ്മനി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഇപ്പോൾ ഈ വരുന്ന വഴിയിൽ തന്നെ ഡെൻമാർക്ക് തടയുകയായിരുന്നു. ഡാനിഷ് നേവി തടയുകയായിരുന്നു. അത് തടഞ്ഞതിൻ്റെ ഒരു ഭാഗമായുള്ള നീക്കങ്ങൾ, അതായത് ചെറിയ കപ്പലുകൾ അയച്ച ഉടൻ തന്നെ അത് തടയണം എന്ന നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള, അതായത് ഫിൻലാൻഡും അതുപോലെ തന്നെ ജർമ്മനിയുമായുള്ള ബന്ധം പൂർണ്ണമായും തകരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ഈ അണ്ടർഗ്രൗണ്ട് കേബിളുകളെല്ലാം തന്നെ മുറിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. വലിയ കേബിളുകളെല്ലാം തന്നെ മുറിഞ്ഞു പോകുന്നൊരു സാഹചര്യത്തിൽ ഈ കപ്പലിൻ്റെ യാത്രയിൽ ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ കൃത്യമായ ലക്ഷ്യത്തോടെ നടത്തിയതാണോ എന്നത് സംബന്ധിച്ച വിഷയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുപോലെ തന്നെ തുടർച്ചയായി ഇത്തരത്തിലുള്ള സമുദ്ര ഗതാഗത രംഗത്ത് ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള കൃത്യമായൊരു നീക്കങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണകളിൽ ശക്തമായി ഉണ്ടാകേണ്ടതുണ്ട് എന്നൊരു ആവശ്യം കൂടി, അല്ലെങ്കിൽ ഒരു പ്രശ്നം കൂടി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ ഡാനിഷ് നേവി കപ്പലിനെ തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതീവ ഗൗരവതരമായി തന്നെയാണ് ഈ പ്രശ്നത്തെ പരിശോധിക്കപ്പെടുന്നത്, ലോകം മുഴുവൻ പരിശോധിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ ഈ കപ്പലുകളുടെ യാത്രാമധ്യേ ഉണ്ടാകുന്ന ഇത്തരം കേബിളുകൾ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതീവ ഗൗരവപരമായ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്കേജിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് യൂറോപ്പിന്റെ ഡിജിറ്റൽ മേഖലയ്ക്കുള്ള ഒരു ഭീഷണിയായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ടോ ഐസൻ? തീർച്ചയായും ഇതിലൊരു ഗൂഢാലോചന കാണുന്നുണ്ടെങ്കിൽ യൂറോപ്പിൻ്റെ ഡിജിറ്റൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ഫിൻലാൻഡും ജർമ്മനിയുമായുള്ള ബന്ധമാണ് മുറിഞ്ഞു പോയത് ഏറെ ഗൗരവതരമായി കണക്കാക്കുന്നത്. അത്തരത്തിലുള്ള ആ പ്രശ്നം, ആ ഒരു വിഷയം അതീവ ഗൗരവതരമായൊരു വിഷയം തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകളെല്ലാം തകർന്നു പോകുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ റക്കേജായി പോകുന്നത് പല തരത്തിലുള്ള സംവിധാനങ്ങളെ അത് ബാധിക്കും. അത് നാവിക നീക്കത്തെ മാത്രമല്ല, നാവിക നീക്കത്തെ ബാധിക്കുന്നു. സ്വാഭാവികമായും എല്ലാ നീക്കങ്ങളെയും, നേവി സിഗ്നലുകളെല്ലാം, ഒരു വിധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും അത് നേരിട്ട് ബാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല ഈ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കേജ് ഉണ്ടാകുന്നത്, മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ ബ്രേക്കേജ് ഉണ്ടാകുന്നത് ലോകത്തെ തന്നെ ബാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. പല ലോജിസ്റ്റിക് മാനേജ്മെൻറ്റുകളും ബ്രേക്ക് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് അതീവ ഗൗരവത്തോടെ തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇതൊരു ചൈനീസ് ഒറിജിനുള്ള കപ്പലാണ് എന്നത് തന്നെയാണ് ഏറെ ആശങ്ക ഉയർത്തുന്നത് എന്നാണ് ജർമ്മനിയും ഫിൻലാൻഡും എല്ലാം തന്നെ അറിയിക്കുന്നത്.